ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷാസ് ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡെലിവറി ചെയ്യുന്ന വീഡിയോസ് ക്ലിപ്സാണ്. നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് മേക്ക് ചെയ്യുന്നതും വീഡിയോസാണ് ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാറ്. അപ്പോൾ ഇതിപ്പം ഡെലിവറി ചെയ്യുന്ന ഐറ്റംസ് ഡെലിവറി ചെയ്യുന്നതും അവരെ ഹാപ്പിനെസ്സുമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്കുണ്ടായ ഫസ്റ്റ് കസ്റ്റമർ അവർക്ക് iPhone 13 വേണമെന്ന് പറഞ്ഞിട്ട് അവർ അത് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അത് സെറ്റ് ചെയ്തത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ബോക്സ് ഉണ്ടാക്കിയിട്ടാണ്. ഹാൻഡ് മെയ്ഡ് ബോക്സിൽ ഷർട്ടും ഫ്ലവറും അവരെ പിക്ക് വെച്ചിട്ടുള്ള ഹാപ്പി ആനിവേഴ്സറി എഴുതിയിട്ടുള്ള ഒരു പ്രിൻറ്റും ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കാണിച്ച വീഡിയോ ഐഫോണിൻ്റെത് വൈഫ് ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കുന്നതും ഇപ്പം കാണിക്കുന്ന വീഡിയോ ഡ്രസ്സിൻ്റെത് ഹസ്ബൻഡ് വൈഫിന് സർപ്രൈസ് കൊടുക്കുന്നതുമാണ്. രണ്ടാളും ഷാസ് ക്രാഫ്റ്റിനെയാണ് വർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ രണ്ടാൾക്കും അതറിയില്ല. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് രാവിലെ 7 മണിക്ക് ഡെലിവറി ചെയ്യണമെന്നാണ്. വൈഫ് പറഞ്ഞത് 7:30 ശേഷം ഹസ്ബൻഡ് പോയതിന് ശേഷം വന്നിട്ട് ഡെലിവറി ചെയ്യണമെന്നാണ്. പക്ഷെ നമുക്ക് രണ്ടാൾക്കും കുറച്ച് ദൂരം ഓടേണ്ടതായത് കൊണ്ട് നമ്മൾ രണ്ടാളെയും ഒരുമിച്ചിട്ട് തന്നെ ഡെലിവറി ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം അവർക്ക് രണ്ടാൾക്കും അറിയില്ല പരസ്പരം എനിക്കാണ് ഓർഡർ തന്നത് എന്നുള്ളത്. അപ്പം അതും നമുക്കൊന്ന് പൊട്ടിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് ഫ്ലാറ്റ് റൂമിലേക്ക് വരുമോ, കാരണം അവൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് അറേഞ്ച് ചെയ്തത് അവൾക്ക് അറിയില്ല, അതുകൊണ്ട് റൂമിലേക്ക് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, റൂമിലേക്ക് പോയി. ബെല്ലടിച്ചപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് വൈഫായിരുന്നു. അപ്പോൾ വൈഫ് നമ്മളെ കണ്ടപാടെ ആകെ ഷോക്കായിപ്പോയി. കാരണം ഹസ്ബൻഡ് അകത്തുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇപ്പം പോകുന്നുള്ള നിലക്കായിരുന്നു അവളെ റിയാക്ഷന്. നോക്കുമ്പം നമുക്കല്ലേ സത്യം അറിയുള്ളൂ, വൈഫും ഹസ്ബൻഡും തമ്മിൽ അറിയില്ല എന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നു. അപ്പോഴാണ് അവർ കാര്യം മനസ്സിലാക്കുന്നത്, കാരണം രണ്ടാൾക്കും ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി രണ്ടാളും. അപ്പോൾ നമ്മളും ഹാപ്പിയായി. നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടാർക്കും ഗിഫ്റ്റ് ഉണ്ട്. ഒരു ഹസ്ബൻഡ് വൈഫിന് ഇതാക്കിയതും വൈഫ് ഹസ്ബൻഡ് സർപ്രൈസ് ആക്കിയതെല്ലാം നമ്മളവിടെ എല്ലാ കഥയും പറഞ്ഞു കൊടുത്തപ്പോൾ രണ്ടാളും ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഒമാനിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. സലാലയിൽ ഡയറക്റ്റ് ഡെലിവറി അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.